ഇന്നലെ ഞാൻ രത്നങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ പലരും ഒരു ചോദ്യം ചോദിച്ചു. നാച്ചുറൽ റൂബി, ലാബ് ഗ്രൗണ്ട് റൂബി, ഫേക്ക് റൂബി, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ചുവന്ന നിറമുള്ള എല്ലാ കല്ലുകളും റൂബിയല്ല. ആദ്യം നാച്ചുറൽ റൂബിയെ നമുക്ക് നോക്കാം. ഭൂമിക്കടിയിൽ ഉയർന്ന ചൂടും മർദ്ദവും കാരണം ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതിയിൽ രൂപപ്പെടുന്ന രത്നമാണ് നാച്ചുറൽ റൂബി. അതുകൊണ്ട് തന്നെ ഇത് അപൂർവവും വിലയേറിയതുമാണ്. അടുത്തത് ലാബ് ഗ്രൗണ്ട് റൂബി. ഇത് ലാബിൽ നിർമ്മിക്കുന്ന റൂബിയാണ്. ഇത് ഫേക്ക് അല്ല, പ്രകൃതിദത്തമല്ല എന്നതാണ് വ്യത്യാസം. ഇതിന് നാച്ചുറൽ റൂബിയുടേതിന് സമാനമായ രാസഘടനയും സ്ഫടിക ഘടനയുമുണ്ട്, പക്ഷേ പ്രകൃതിയിൽ രൂപപ്പെട്ടതല്ല. ഇനി ഫേക്ക് റൂബി, അതിനെക്കുറിച്ച് പറയാം. ഗ്ലാസ്, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റൂബിയെ അനുകരിക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് വസ്തുക്കൾ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. രൂപത്തിൽ റൂബിയോ പോലെ തോന്നാമെങ്കിലും യഥാർത്ഥ റൂബിയുടെ ഗുണങ്ങളോ ഘടനയോ ഇതിന് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഒരു പ്രധാന കാര്യം, കണ്ണുകൊണ്ട് മാത്രം നോക്കി നാച്ചുറൽ ആണോ ലാബ് ഗ്രൗണ്ട് ആണോ അല്ല ഫേക്ക് ആണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പലപ്പോഴും സാധിക്കില്ല. അതിന് ജമോളജിക്കൽ പരിശോധനയും വിശ്വസനീയമായ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അൽ ഹാഫി ജംസിൽ ഞങ്ങൾ രത്നങ്ങളെക്കുറിച്ചുള്ള കൃത്യവും ഉത്തരവാദിത്തപരമായ വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോയിൽ ഒരു ജമോളിസ്റ്റ് ഒരു റൂബി പരിശോധിക്കുമ്പോൾ എന്തൊക്കെയാണ് നോക്കുന്നത് എന്ന് വിശദമായി കാണാം. അസ്സലാമു അലൈക്കും.